കുടുംബശ്രീ സംസ്ഥാന മിഷനിലെ പ്രോഗ്രാം ഓഫീസറുടെ നേതൃത്വത്തിൽ കോടികളുടെ സാമ്പത്തിക അഴിമതിയും ഫണ്ട് തട്ടിപ്പും നടക്കുന്നതായി ഗുരുതര ആരോപണം. കൃഷിമേഖലയിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും പുരോഗതി അവകാശപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും പൊതുമുതൽ വ്യക്തിഗത ലാഭത്തിനായി ഉപയോഗിക്കുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുമെന്ന വ്യാജ വാഗ്ദാനം നൽകി വിവിധ കാർഷിക സർവകലാശാലകളിൽ നിന്നും 1 കോടിയിലധികം രൂപയുടെ സാങ്കേതിക വിദ്യകളാണ് കുടുംബശ്രീ വാങ്ങിക്കൂട്ടിയത്. 100-ലധികം സാങ്കേതിക വിദ്യകൾ വാങ്ങിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവയിലൊന്നുപോലും പൊതുവിപണിയിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ലഭ്യമാക്കിയിട്ടില്ല. ഉദ്ഘാടന ചടങ്ങുകൾ മാത്രം ലക്ഷ്യമിട്ടാണ് പദ്ധതി എന്ന തരത്തിലാണ് നടപടികൾ. അടുത്ത കാലത്ത് നടന്ന ഉൽപ്പന്ന ലോഞ്ചിങ്ങിനായി ഓരോ ജില്ലയിലെയും കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകളെ കൊണ്ട് തുച്ഛമായ അളവിൽ മാത്രം ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഈ പാക്കറ്റുകളുടെ രൂപകൽപ്പന, നിർമ്മാണവും വിതരണവും നിശ്ചിത ഉദ്യോഗസ്ഥന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നു. പൊതുവിപണിയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാതെ ബിനാമി സ്ഥാപനങ്ങൾ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് ഇവ കയറ്റുമതി ചെയ്യാനാണ് നീക്കം നടക്കുന്നത്. പ്രാദേശിക മിഷൻ ഉദ്യോഗസ്ഥരെയും കുടുംബശ്രീ അംഗങ്ങളായ സ്ത്രീകളെയും കരുവാക്കി കൊള്ളലാഭമുണ്ടാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം മറ്റ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി ഏകപക്ഷീയമായാണ് നീക്കങ്ങൾ നടത്തുന്നത്. ടെൻഡർ നടപടികൾ പാലിക്കാതെയും വൻ ക്രമക്കേടുകൾ നടന്നതായി വ്യക്തമാണ്. ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റ് നിർമ്മാണത്തിനായി മാത്രം സ്വകാര്യ സ്ഥാപനത്തിന് 10.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ചുരുങ്ങിയ അളവിലുള്ള പാക്കറ്റുകൾക്ക് ഇത്രയും വലിയ തുക ചെലവഴിച്ചതിലും തൊട്ടു പിന്നാലെ സംഘടിപ്പിച്ച സാങ്കേതിക സമ്മേളനത്തിനായി 13.5 ലക്ഷം രൂപ ചെലവഴിച്ചതിലും സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സാങ്കേതിക വിദ്യകൾ സ്വന്തം നേട്ടത്തിനായി മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വിദേശ ഏജൻസികൾക്കും ഉദ്യോഗസ്ഥൻ കൈമാറിയതായും സൂചനയുണ്ട്. ഇത്തരത്തിൽ വാങ്ങിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്റെ സ്വന്തം കമ്പനിയിലൂടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വൻ തുകയ്ക്ക് വിൽപ്പന നടത്തുന്നുമുണ്ട്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ച് സ്വന്തം ബിസിനസ് ശൃംഖല വളർത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പട്ടികവർഗ മേഖലകളിലെയും ആദിവാസി വിഭാഗങ്ങളെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്ന തരത്തിലേക്കും ക്രമക്കേടുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി വിതരണം ചെയ്യുന്ന ധാന്യ ഉൽപ്പന്നങ്ങളും ബിസ്ക്കറ്റുകളും അയൽ സംസ്ഥാനത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഉയർന്ന തുകയ്ക്ക് വാങ്ങുന്നത്. ഡ്രൈവർമാരുടെ പേരിലാണ് ഇതിന്റെ ബില്ലുകൾ തയ്യാറാക്കുന്നത്. ഇതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നാണ് സംശയിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലെ കുടുംബശ്രീ ഓഫീസുകളിൽ കർഷകർക്കായി അനുവദിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക ഉപകരണങ്ങളും വിത്തുകളും കീടനാശിനികളും വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ്. തദ്ദേശീയരായ ആളുകളെ ഭീഷണിപ്പെടുത്തി പരമ്പരാഗത കൃഷിരീതിയിൽ നിന്നും മാറ്റി സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്നും പരാതിയുണ്ട്. പ്രാദേശിക ജനപ്രതിനിധികളോടും കർഷകരോടും ഇദ്ദേഹം മോശമായി പെരുമാറിയ സംഭവമുണ്ട്. മറ്റ് ഏജൻസികൾ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഇടപെട്ട് പണം കൈപ്പറ്റുന്നതായും ആരോപണമുണ്ട്. ബാംബു കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതിക്ക് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ വാങ്ങിയതിലും പരിശീലനം നൽകിയതിലും ക്രമക്കേട് നടത്തി തുക തട്ടിയെടുത്തു. ഇതിനെതിരെ പരാതി നൽകിയ ജില്ലാ മിഷൻ കോർഡിനേറ്ററെ സ്വാധീനം ഉപയോഗിച്ച് ചുമതലകളിൽ നിന്നും മാറ്റിയതായും വ്യക്തമാകുന്നുണ്ട്.